ഗൈസ്, വെൽക്കം ടു അസ്റ്റർ ക്ലോക്സ്. ഇന്ന് ഞാൻ എൻ്റെ അച്ചാച്ചൻ മഷ്റൂം കൃഷി ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വൈക്കോല് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിനുശേഷം വേറൊരു വെള്ളത്തിൽ തിളപ്പിച്ച് മാറ്റിയിരിക്കുന്നു. വെള്ളം വാർന്നു കഴിഞ്ഞാൽ നമ്മൾ കൂൺ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട്. ഇത് ആ വൈക്കോലാണ് ഞാൻ എടുത്ത് ഇതിലേക്ക് ഇടുന്നത്. അതിലൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നു, അതിലേക്ക് വൈക്കോൽ നിറക്കും. വൈക്കോൽ ഇത് ചെറുതായിട്ട് മുറിച്ച വൈക്കോലാണ്, അത് നമ്മൾ എടുത്ത് വെച്ചത്. എന്നിട്ട് അതിന് ശേഷം ഒരു ഇഞ്ച് കനത്തിലെങ്കിലും വൈക്കോൽ സ്റ്റെറിലൈസ് ചെയ്ത വൈക്കോൽ വെച്ചു. അതിന് ശേഷം ഇതിൻ്റെ കൂണിൻ്റെ വിത്ത് നമ്മൾ എടുക്കുന്നു. അത് പ്ലാസ്റ്റിക് കവറിനോട് ചേർന്ന് ഇട്ടിടണം. വൈക്കോലിൽ പ്ലാസ്റ്റിക് കവറിനോട് ചേർന്ന് വേണം. നടുവിലേക്കായി കഴിഞ്ഞാൽ മുളക്കില്ല. അതുകൊണ്ടാണ് വൈക്കോലിൻ്റെ പ്ലാസ്റ്റിക് കവറിൻ്റെ ചേർന്നിട്ടുള്ള അരിഭാഗത്ത് മാത്രം. കാരണം നമുക്കത് കാണാനാവും പുറത്തുനിന്ന് എവിടെയാണ് വിത്തിട്ടിരിക്കുന്നത്. ഇനി വീണ്ടും അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും വൈക്കോല് ഇട്ട് ഫില്ല് ചെയ്യുന്നു. ഇതാ വൈക്കോല്, അതായത് വൈക്കോല് നനവുണ്ടാവുകയും വേണം, എന്നിരുന്നാൽ വെള്ളം പിറ്റി വീഴരുത്. അപ്പോൾ ഇത് ഇന്നലെ വൈകിട്ട് വെള്ളം മാറ്റി, തിളച്ച വെള്ളം മാറ്റിയിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചതാണ്. അതൊരു പ്ലാസ്റ്റിക് കവറിൽ തന്നെ കുറേ സുഷിരങ്ങൾ ഇട്ടിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മിക്കവാറും വാർന്നു പോകും. ഇത് ഞെക്കുമ്പോൾ കയ്യിൽ നമുക്ക് കുറച്ച് വെള്ളം കാണാം, പക്ഷേ ഇറ്റ് വീഴരുത്. വീണ്ടും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വൈക്കോല് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതാ സ്പൂണിൻ്റെ വിത്ത്, അത് സ്പൂണിൻ്റെ സ്പോണെന്നാണ് പറയുക. ആ സ്പോണ് നെല്ലിലോ ചോളത്തിലോ പ്രവേശിപ്പിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉള്ളതാണ് കൃഷി. ഇങ്ങനെയാണ് നമുക്ക് സ്പൂണിൻ്റെ വിത്തായിട്ട് കിട്ടുന്നത്. അതൊരു ഫംഗസാണ്. അപ്പോൾ വീണ്ടും അത് ചെയ്തു. നന്നായിട്ട് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ കൂൺ വിരിഞ്ഞ് വരുമ്പോൾ മറിഞ്ഞ് വീണു പോകും, മുഴുവനായും വലിപ്പത്തിലേക്ക് എത്തില്ല. അതുകൊണ്ടാണിത് ഓരോ പ്രാവശ്യവും നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം അടുത്ത പ്രാവശ്യം ഇടാൻ വേണ്ടിയിട്ട്. ഇനി വിത്തിട്ടു, വീണ്ടും വൈക്കോലിടുന്നു. ഇതിൽ നനവുണ്ടാവുമോ? അതിൽ നനവുണ്ട്. തൊട്ട് നോക്കാൻ പറ്റുമോ? ഇപ്പം തൊട്ട് നോക്കരുത്. അത് വൃത്തിയുള്ള കൈകൾ കൊണ്ട് മാത്രമേ വൈക്കോലൊക്കെ കൈകാര്യം ചെയ്യുള്ളൂ. വിത്തും വൈക്കോലൊക്കെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് കൈകളൊക്കെ വൃത്തിയാക്കിയിട്ട് മാത്രം സോപ്പ് കൊണ്ട് കഴുകി. ഇതെന്തിനാ ഇങ്ങനെ നിൽക്കണേ? ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ കൂൺ വിരിഞ്ഞ് വരുമ്പോൾ മുഴുവനായും വിരിയുന്നതിൽ മുമ്പ് തന്നെ മറിഞ്ഞ് വീണു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് കൂണ് കിട്ടില്ല. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും കൂണിൻ്റെ വിത്ത് ഇതിൽ നിക്ഷേപിക്കാൻ പോവുകയാണ്. ഇതൊരു എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം? അത് ഈ സഞ്ചി നിറയുന്നത് വരെ ചെയ്യാം. 4-5 പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി വലിയ സഞ്ചിയാണെങ്കിൽ ഒരു 6-7 പ്രാവശ്യമൊക്കെ ചെയ്യാം. ഏത് ഒരു സഞ്ചിന്നായിട്ട് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും അവരുടെ സഞ്ചി തന്നെ യൂസ് ചെയ്യാം. ഏത് വൃത്തിയുള്ള സഞ്ചി ആയിരിക്കണം എന്ന് മാത്രം. ക്ലീൻ ആയിട്ടുള്ള, അതെ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് സോപ്പോടെ കഴുകി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വീണ്ടും നനച്ച് കളയുക. അത് 3 പ്രാവശ്യം നമ്മൾ വിത്തിട്ടു. 4ാമത്തെ പ്രാവശ്യം വൈക്കോലും ഇട്ടു. നന്നായിട്ട് പ്രസ് ചെയ്യും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചാക്ക് അറിയുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? ഇതെല്ലാം ചാക്കെല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ അത് കാണിക്കാം. നമ്മൾ അതിലേക്ക് വരുന്നു. 3 പ്രാവശ്യം നമ്മൾ വിത്തിട്ടു. ഇനി 4ാമത്തെ പ്രാവശ്യം വീണ്ടും വിത്തിടുകയാണ്. വീണ്ടും അതേപോലെ തന്നെ വിത്തിടുന്നു സൈഡിലേക്ക്. ഇതിൽ കുറേ മഷ്റൂം ഒക്കെ ഗ്രോ ചെയ്യൂലേ? കുറേ ഉണ്ടാവും. എത്ര എണ്ണം ഉണ്ടാവും? ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഒരു 350-400 ഗ്രാം ഒക്കെ കിട്ടും. ആദ്യത്തെ harvest കുറേ ഉണ്ടാവും. അതുണ്ടാവും. ഇതാ 4ാമത്തെ പ്രാവശ്യം ഇട്ടു. പിന്നെ 5ാമത്തെ പ്രാവശ്യം വൈക്കോലിടുന്നു.
എല്ലാ ഭാഗത്തും നന്നായി തിരികെ വെക്കുന്നു. ഇതിപ്പം നമ്മൾ ഓരോന്ന് ഇട്ട് കഴിയുമ്പോൾ എത്ര പ്രാവശ്യം അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്യണം? എത്ര പ്രാവശ്യം അമർത്തുന്നു? നന്നായിട്ട് എല്ലാ ഭാഗവും അമരുന്നതാണ്, അല്ലാണ്ട് എത്ര പ്രാവശ്യം അമർത്തുന്നില്ല. വേണ്ടത്ര പ്രസ് ചെയ്തിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അത് നേരെ നിൽക്കുള്ളൂ. അരികിൽ പുറത്തുനിന്ന് നമുക്ക് നോക്കിയിരുന്നാൽ കാണാനാവും പ്ലാസ്റ്റിക് സഞ്ചിൻ്റെ ഉള്ളിൽ കൂടി അരികിൽ മാത്രമാണ് വിത്തിടുന്നത്. ഒരു പാക്കറ്റിൽ വിത്ത് എന്ന് പറഞ്ഞാൽ മിക്കവാറും 250 ഗ്രാം ആയിരിക്കും. ഇതാ 6ാമത്തെ പ്രാവശ്യം വൈക്കോലിടുന്നു. തീരാറായോ? ഒരു പ്രാവശ്യം കൂടി. 6ാമത്തെ പ്രാവശ്യം ഇട്ടു. 6ാമത്തെ പ്രാവശ്യം ഇട്ടു. ഇനി 5ാമത്തെ പ്രാവശ്യം വിത്തിടും. വിത്ത് 5ാമത്തെ പ്രാവശ്യം ആദ്യം വൈക്കോൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇതൊരു 5 കിലോ അരിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കവറാണ്. നന്നായിട്ട് പ്രസ് ചെയ്യുക, എല്ലാ ഭാഗവും പ്രസ് ചെയ്യുന്നു. ഈ പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ? ചെയ്യാൻ പറ്റില്ലല്ലോ? വേറെ മെത്തേഡ് ഒന്നുമില്ലല്ലോ? വേറെ പ്രയാസമാണ്. ഇത് നമ്മൾ അടുത്ത പ്രാവശ്യം കൂടി വിത്തിടുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടിയേ വൈക്കോലിടുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും അവസാനത്തെ ഇടുന്നത് എല്ലാ സ്ഥലത്തും. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് സൈഡിൽ മാത്രമല്ലേ, ഇനി ഒരു പ്രാവശ്യം കൂടി മാത്രമേ വൈക്കോലുള്ളൂ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇടാം. വൈക്കോലിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും വിത്തിടാനാവും. വിത്തിടുന്നു. നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴാണ് അവസാന വിത്തിട്ടു. ഇനി വൈക്കോലിട്ട് ക്ലോസ് ചെയ്യും. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞില്ലേ ഇടണേ? ഇല്ല, അതാവുന്നത് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൃത്തിയുള്ള സ്ഥലത്തും വൃത്തിയുള്ള കൈകൾ കൊണ്ടും നമ്മുടെ അവസാനത്തെ സോപ്പിട്ട് കൈ കഴുകിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പോയിട്ട് നന്നായിട്ട് കൈ കഴുകണം. കൈയൊന്നും കഴുകാത്തയാണെങ്കിൽ മഷ്റൂം ഗ്രോ ചെയ്യുമോ? മഷ്റൂം ഗ്രോ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ പോയിസണസ് മഷ്റൂമും ചിലപ്പോൾ എന്ന് വരും. അപ്പോൾ നമുക്ക് തകരാറാണ്. ഫുഡ് പോയ്സൺ വരുമോ? പോയിസണസ് മഷ്റൂം വന്നിരുന്നാൽ ചിലപ്പോൾ അപകടം വരാം, മരണം വരെ സംഭവിക്കാം. അങ്ങനെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പോയിസണസ് മഷ്റൂം തിന്നിട്ട്. അപ്പം നമ്മൾ കൈയെല്ലാം ക്ലീനാക്കി ചെയ്താൽ പോയിസണസ് മഷ്റൂം ഉണ്ടാവാൻ സാധ്യത കുറവാണ്, തീരെ കുറവാണ്. ഞാൻ 1992 മുതൽ മഷ്റൂം കൃഷി ചെയ്യുകയും ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നു. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. എപ്പോഴും നിങ്ങൾ മഷ്റൂം കൃഷി ചെയ്യുമ്പോൾ കൈ കഴുകുമോ സോപ്പിട്ട്? നിർബന്ധമായിട്ടും കൈ കഴുകും. ട്രെയിനിങ് നടക്കുന്ന നേരത്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവർക്കും ഒരു ബക്കറ്റിൽ വെള്ളവും ഒരു മഗ്ഗും ഒരു സോപ്പും വെച്ചിരിക്കും നിർബന്ധമായിട്ടും. എന്നിട്ട് അവരെ കൊണ്ട് കൈ കഴുകിയതിന് ശേഷം മാത്രമേ എന്നതിന് ശേഷം നന്നായിട്ട് വീണ്ടും നേരത്തെ പ്രസ് ചെയ്തതിനേക്കാൾ കൂടുതലായി കുറേ പ്രസ് ചെയ്യണം. നന്നായിട്ട് പ്രസ് ചെയ്യും. ലൂസായി കഴിഞ്ഞാൽ അത് വളരും. ഇനി ആ കവറ് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കെട്ടി വെക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? ഇത് കഴിഞ്ഞാൽ ഇത് അതിനെ കൊണ്ട് തന്നെ ശക്തമായിട്ട് അതിലുള്ള വായു മുഴുവനും പുറത്ത് കടക്കുന്ന രീതിയിൽ. ഇനി ഈ സാധനം ഈ പ്ലാസ്റ്റിക് ബാഗ് എല്ലാം എന്താ ചെയ്യാൻ പോണേ? അധികം വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്ത്, കഴിയുന്ന ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് വെച്ചിരുന്നാൽ അത് 21 ദിവസം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 22 ദിവസം ആകുമ്പോഴത്തേക്ക് വിളവെടുക്കാൻ ഏകദേശം ഒരു മാസം. ഇല്ല. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ക്ലേൻ്റെ ചെടിച്ചട്ടി സൈഡിലൊക്കെ സുഷിരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഇപ്പോൾ കാണിക്കാം. ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്കാണിത്. വലിയൊരു ക്ലേൻ്റെ ചെടിച്ചട്ടി സൈഡിലൊക്കെ കുറച്ച് സുഷിരങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇതിലേക്ക് കുറച്ച് കാറ്റ് കടക്കാനൊക്കെ. ഇത് ഓട്ടയാണോ? ചെറിയ സുഷിരങ്ങളുണ്ട് നിറയെ. താഴത്തെ സുഷിരം അടച്ചു കളഞ്ഞു.
ഇവിടെ അല്ല ചെടിച്ചട്ടി സാധാരണത്തിൽ അടിഭാഗത്തൊരു സുഷിരം ഉണ്ടാവും, അത് അടച്ചു കളഞ്ഞു സിമെൻറ്റ് വെച്ചിട്ട് സുഷിരങ്ങളിട്ട് വെച്ചിരിക്കുന്നു എല്ലാ ഭാഗത്തും. ചെടിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ സുഷിരങ്ങൾ. അത് ഡ്രില്ലിങ് മെഷീൻ കൊണ്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ആണിയൊക്കെ അടിച്ചിരുന്നാൽ പൊളിഞ്ഞു പോകും. അവിടെ അത് ശ്രദ്ധിക്കുക. ഇതാ അതിൻ്റെ അകം ഒന്ന് വേണമെങ്കിൽ ഇവിടെ കാണിച്ചു കൊടുക്കും. കൂണിൻ്റെ ബെഡ് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ നാര് കൊണ്ട് ഇങ്ങനെ കെട്ടി മഷ്റൂമിന്റെ അകത്താണോ വെക്കുക? അതിലാണ് വെക്കുന്നത്. മഷ്റൂം അതെടുത്തിട്ട് നേരിട്ട് വെക്കണോ അതോ കവർ എടുത്തിട്ട്? കവർ ഇങ്ങോട്ട് വെക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ കൂടെ സ്റ്റാൻഡ് വേണ്ടേ, ഇനിയിപ്പോൾ കവർ പിന്നെ നാരില്ലെങ്കിൽ 2-3 ചിരട്ടകൾ കമത്തി വെച്ചിരുന്നാൽ മതി. അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഈ ബെഡ് നമ്മൾ നേരത്തെ വിത്തിട്ടിരിക്കുന്ന ബെഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഈ സ്റ്റാൻഡ് പോലെ ഇട്ട് വെക്കും. കണ്ടോ? ഇനി ഇത് അടച്ച് വെക്കണം. നല്ലതാണ്. പിന്നെ മരത്തിൻ്റെ പലക കൊണ്ടോ അല്ലെങ്കിൽ ഓട് കൊണ്ടോ ഫാൻ്റെ ഓട് കൊണ്ടോ അടച്ച് വെക്കുക, അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത്. പക്ഷേ വേറൊരു കാര്യം ആലോചിക്കേണ്ടത് പറഞ്ഞാൽ കൂറ, എലി ഒന്നും കടക്കാൻ പാടില്ല. ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നെല്ലിലോ ചോളത്തിലോ ഒക്കെയാണ് ഈ വിത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൂറയോ എലിയൊക്കെ വന്നിരുന്നാൽ ഇത് തിന്ന് കളയും. പിന്നെ ഇതിൽ വെക്കുന്നതിന് മുമ്പേ നമ്മുടെ ഇതിന് കുറച്ച് സുഷിരങ്ങൾ ഇട്ട് വെക്കണം, കുറച്ച് കാറ്റ് കടക്കാൻ വേണ്ടി ഈ ബെഡിൽ. അത് ഞാൻ നമ്മൾ കുറച്ച് സുഷിരങ്ങൾ 10-20 സുഷിരങ്ങൾ എല്ലാ ഭാഗത്തേക്കും ഇടാം. കാരണം ഇത് വെക്കുമ്പോൾ കുറച്ച് ചൂടുണ്ടാകും, അത് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേയധികം സുഷിരങ്ങൾ മുകളിലും താഴെയും സൈഡിലും ഒക്കെ തന്നെ ചെയ്യും. അങ്ങനെ സുഷിരങ്ങൾ ഇതാ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഒരു 12 ദിവസം ആകുമ്പോഴേക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ തന്നെ വെളുത്ത ഒരു പാട കഴുന്നതായിട്ട് കാണാം. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് കൂൺ മുളക്കാൻ തുടങ്ങുന്നു എന്ന്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, അത് അങ്ങനെ തന്നെ വെക്കുക. ഒരു 18 ദിവസം ആകുമ്പോൾ ഈ സുഷിരങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്ന സുഷിരങ്ങളിൽ കൂടി തന്നെ സൂചിമന പോലെ വെളുത്ത സൂചികൾ പോലെ പുറത്തേക്ക് കാണും. അപ്പോഴെടുക്കണോ? ആ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്ലാസ്റ്റിക് കവർ മുറിച്ച് മാറ്റിക്കളയാം. ശ്രദ്ധയോടുകൂടി. ഇനി മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. മാറ്റിയിട്ടില്ല എങ്കിൽ ഈ സുഷിരങ്ങളിൽ കൂടി മാത്രമായിട്ടായിരിക്കും കൂണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കൂണ് പുറത്തേക്ക് വന്ന് ഒരു 22 ദിവസം അങ്ങനെ ആകുമ്പോഴേക്ക് 21-22 ദിവസം ആകുമ്പോഴേക്ക് മുഴുവനായും വിരിഞ്ഞ് പുറത്തേക്ക് വരും. അപ്പോൾ പറിച്ചെടുത്തിട്ട് കറി വെക്കാം. അപ്പോൾ പറിച്ചെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് വൈക്കോലിന് ചെറിയ അംശങ്ങളുണ്ടാവാം. അപ്പോൾ അത് ചുരണ്ടി മാറ്റി കറി വെക്കാം. അപ്പോൾ തന്നെ അങ്ങനെ കഴിഞ്ഞ് മുഴുവൻ ആദ്യത്തെ ഹാർവെസ്റ്റ് എടുത്ത് കഴിഞ്ഞു. പിന്നെ ഒരു 8-10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ സ്ഥലത്തിൽ തന്നെ വീണ്ടും ഉണ്ടായിരിക്കാം. ഒരു 8-10 ദിവസം കൊണ്ട് അടുത്ത ഹാർവെസ്റ്റ് കിട്ടും. അടുത്ത ഹാർവെസ്റ്റ് രണ്ടാമത്തെ ഹാർവെസ്റ്റിൽ ഒരു 400-450 ഗ്രാമൊക്കെ കിട്ടിയെന്ന് വരും. പിന്നീട് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഒരു 400 ഗ്രാമൊക്കെ രീതിയിൽ കൂണ് നമുക്ക് പറിച്ചെടുക്കാനാവും. അപ്പം ദിവസവും രാവിലെയും വൈകിട്ടും ആദ്യത്തെ വിളവെടുത്തതിന് ശേഷം ദിവസവും രാവിലെയും വൈകിട്ടും ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ കൂണ് വളരുള്ളൂ. ഈ ചെടിച്ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വല്ലാതെ ചൂട് കൂടിയ സമയമാണ് ഇപ്പോൾ. അപ്പോൾ പുറത്ത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ കൂണ് വേണ്ട രീതിയിൽ വളരില്ല, വികസിക്കില്ല. അപ്പോൾ ചെടിച്ചട്ടിയിലായതുകൊണ്ട് നന്നായിട്ട് വളരും. പിന്നെ ആദ്യത്തെ വിളവെടുത്തതോടുകൂടി 22-ാമത്തെ ദിവസത്തോടുകൂടി പിന്നെ പുറത്ത് തൂക്കിയിടാം. വീണ്ടും ചെടിച്ചട്ടിയിൽ വെക്കണമെന്നില്ല. മാക്സിമം 18 ദിവസം വരെ മാത്രമേ പുതുതായിട്ടുണ്ടായിരിക്കുന്ന ബെഡ്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നാൽ ആദ്യത്തെ വിളവെടുക്കുന്നതോടുകൂടി ഈ ചെടിച്ചട്ടി കമത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെക്കാം. ആദ്യത്തെ വിളവെടുക്കുന്നതിന് ചെടിച്ചട്ടിയുടെ പുറത്ത് ഇതുപോലെ എടുക്കാം. പിന്നെ ഇങ്ങനെ തന്നെ വെക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടിത് റോപ്പിലോ മറ്റോ കെട്ടി ഇങ്ങനെ തൂക്കിയിടാം. ഈ മഷ്റൂം ഹെൽത്തിനൊക്കെ നല്ലതാണ്. അതെ എല്ലാം ഒട്ടും എന്താണ് സ്റ്റാമിന തരുമോ? അത് ക്യാൻസറിനെ പ്രതിരോധിക്കും. അങ്ങനെ ഒരുപാട് മെച്ചങ്ങളുണ്ട്. മാംസത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്. മാംസത്തിൻ്റെ യാതൊരു ദോഷവും ഇല്ലാത്തതാണ്. ആർക്കും ചെയ്യാനാവും. 22 ദിവസം കൊണ്ട് വിളവെടുക്കാനാവുന്ന ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് ഇത്. ആർക്കും ചെയ്യാനാവും. നിങ്ങളെ വീട്ടിൽ തന്നെ ചെയ്യാനാവും. അതിന് പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നും വേണ്ടിയില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വൃത്തിയുള്ള കൈകൾ കൊണ്ട് മാത്രമേ കൂൺ വിത്ത്
കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ 1992 മുതൽ കൂൺ കൃഷി ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കിതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ മിക്കവാറും മാർച്ച് മാസങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ്. പല സ്ഥലത്തും കുടുംബശ്രീയിലും കൃഷിഭവനുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ എന്നെ കൂൺ കൃഷി ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു, ചെയ്തു കൊടുക്കുന്നു. എവിടെയും ഒരു തകരാറ്. ഈ വേറെ നിങ്ങളുടെ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും സ്റ്റേറ്റാ രാജ്യത്ത് നാട്ടിൽ കൂൺ കൃഷിനെ പറ്റി വിളിച്ചിട്ടുണ്ടോ? വേറെ സ്റ്റേറ്റിൽ നിന്നും വിളിച്ചിട്ടില്ല. കേരളത്തിലെ പല കോളേജുകളിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. മാഹി കോളേജിൽ നിന്ന് സ്ഥിരമായിട്ട് അവരുടെ ബോട്ടണി സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് കൂൺ കൃഷി ചെയ്യുകയും അതിൽ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയായിരുന്നു. അത് പോയതാണോ അവർ ഇൻവൈറ്റ് ചെയ്തതാണോ? അവരെ ഇൻവൈറ്റ് ചെയ്തതാണ്. അത് ആരോ അവർ പറഞ്ഞ് അവിടുത്തെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് അറിഞ്ഞിട്ട് എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. ഈ വർഷവും ഞാൻ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളും കൂൺ കൃഷി ഉണ്ട്, എല്ലാം ഉണ്ട്.